സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കൊരു വലിയ പൂരം കാണാൻ വേണ്ടിയിട്ട് ആണ് ഗുഡ്നസ് TV നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ ഇരിട്ടി പട്ടണത്തിൽ അതിൻ്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന തവക്കൽ കോംപ്ലക്സിൽ വളരെ മനോഹരമായ നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ കുളിർമയേകുന്ന വളരെ അത്ഭുത കാഴ്ചകളുടെ ഒരു പൂരത്തിലേക്ക് നമ്മൾ കാണുകയാണ്. ഇവിടെ കത്തോലിക്ക കോൺഗ്രസും AV അമ്യൂസ്മെൻറ്റ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വലിയ ഒരു സംരംഭം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇരിട്ടി അണ്ടർ വാട്ടർ എക്സിബിഷൻ ലൈവ് മർമെയ്ഡ് ഷോ ആണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വൈവിധ്യമാർന്ന ഷോകളാൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നു. നമുക്ക് അതിൻ്റെ സംഘാടക സമിതിയുടെ കൺവീനർ ഇപ്പോൾ നമ്മളോട് ചേർന്ന് ഉണ്ട്. ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് സാറാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനുശേഷം ആ ഉൾക്കാഴ്ചകളിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് ഇത്ര മനോഹരമായ ഒരു സംരംഭം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇരിട്ടിയിൽ ഇത് ആദ്യ അനുഭവമാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന വളരെ കടലിനടിയിൽ കൂടെ പോകുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രൂപത്തിൽ അണ്ടർ വാട്ടർ ടണൽ ഫിഷ് എക്സിബിഷനും അതുപോലെ തന്നെ ലൈവ് മെർമെയ്ഡ് ഷോയും വ്യത്യസ്തങ്ങളായ സ്റ്റാളുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ റൈഡുകളും എല്ലാം ഉൾപ്പെടെ വളരെ മനോഹരമായ രൂപത്തിൽ ഉള്ള ഒരു എക്സിബിഷനാണിത്. ഈ എക്സിബിഷൻ്റെ അകത്ത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അടുത്ത മെയ് മാസം 4-ാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെയും AV അമ്യൂസ്മെൻറ്റിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഇരിട്ടിക്കാർക്കെല്ലാം വലിയൊരു നമ്മൾ പെരുന്നാൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ വിഷുവും അതുപോലെ തന്നെ ഈസ്റ്ററും വരികയാണ്. നാനാജാതി മതസ്ഥരുടെ പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുസിൻ്റെയും എല്ലാം വലിയ ആഘോഷവേളകളാണ് ഈ മാസം കടന്നു പോകുന്നത്. ആ ആഘോഷവേളകൾ വേണ്ടുവോളും കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം ആസ്വദിക്കുവാൻ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ എല്ലാ ദിവസവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാനമേളകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും സാഹിത്യ സദസ്സും വ്യത്യസ്ത ആളായ പ്രഗത്ഭ വ്യക്തികളെ ആദരിക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നമ്മൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് അമ്മമാർക്കെല്ലാം വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റേജും സൗണ്ടും സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് അവരുടെ വൈഭവം ഇവിടെ പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായും 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ പ്രദർശനം സൗജന്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും വന്ന് ഈ പ്രദർശനം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മത്സ്യകന്യകയൊക്കെ വളരെയേറെ നല്ല ഇതുവരെ ഇവിടെ ഇരിട്ടിക്കാർക്ക് വളരെ കൗതുകകരമായ കാഴ്ചയാണ് മത്സ്യകന്യകയും ലൈവ് മെർമെയ്ഡ് ഷോയുമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല നിലയ്ക്കാണ് ഈ പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രദർശന പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ഞങ്ങൾ ഈ പ്രദർശനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം. ഇവിടെ പ്രേക്ഷകർ കാണുവാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്കും അവരോടൊപ്പം ഈ പ്രേക്ഷകരോടൊപ്പം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഇതിലെ വൈവിധ്യമാർന്ന റൈഡുകൾ, ഷോകൾ, വളരെ അത്യപൂർവമായ ഐറ്റംസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രാദേശികമായിട്ട് ഉള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുവാനുള്ള ഐറ്റങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വലിയ സംരംഭം ഈ നാടിന് ഒരു ദേശീയ ഉത്സവം നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് അകത്തേക്ക് പോകാം. എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പർ. എന്തൊക്കെ കണ്ടു? പലതരം കളർ ഫിഷിനെയൊക്കെ കണ്ടു. ഇതുവരെ കാണാത്ത മീനൊക്കെ ഉണ്ട്. എന്നിട്ടോ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? മത്സ്യങ്ങളുടെ വൈവിധ്യമാർന്ന വെറൈറ്റി അല്ലേ? ഏതെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇതൊരു അത്ഭുതം തന്നെ അല്ലേ? എങ്ങനെയുണ്ട്? ഇതിലെ കണ്ടോ നോക്കിയിട്ട്? എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞേ. സൂപ്പർ ആയിരുന്നു. എന്നാ ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ? അതെയോ? വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറാണോ? ഇത് നമ്മൾ കടലിനകത്തേക്കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ ചുറ്റും മത്സ്യങ്ങളാണ്. എങ്ങനെ ഇതിൽ നമുക്ക് നീളത്തിൽ അങ്ങ് പോകുമ്പോൾ വ്യത്യസ്തമായ മത്സ്യങ്ങളെ നമുക്ക് കാണാം. ഇതിന്റെ മുകളിൽ മത്സ്യങ്ങൾ നമ്മൾ നിൽക്കുന്നതിന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം മത്സ്യങ്ങൾ ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. കഥകളിലും ചിത്രങ്ങളിലും ഒക്കെ പുരാണങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാ ഈ മത്സ്യകന്യകയെ നമുക്ക് നേരിട്ട് അടുത്ത് കാണുവാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ മത്സ്യകന്യകയും അവരെ വെള്ളത്തിൽ ശരിക്ക് ആസ്വദിച്ച് കഴിയുന്ന
മത്സ്യകന്യക അടുത്തു നിന്ന് കാണുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നമ്മളിവിടെ കടന്നു വന്നാൽ ഇഷ്ടം പോലെ അത്യാവശ്യം പാർക്കിലെ റൈഡുകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വിവിധങ്ങളായ ശില്പങ്ങളും അതുപോലെ തന്നെ കലാരൂപങ്ങളും ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിന് വളരെ ആകർഷകമായ രീതിയിലുള്ള സ്റ്റാൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബസഹിതം വരുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് മുതൽ വിശപ്പടക്കാനും ദാഹമടക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 3-4 മണിക്കൂർ ചെലവഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളപ്പം ഒന്നിനെക്കുറിച്ചും ഒരു ആശങ്കയില്ലാതെ നമുക്ക് ഈ പാർക്കിൽ വരാം, ഇത് ആസ്വദിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇവിടെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാം നല്ല രസമുണ്ട്. നല്ല രസമായിരുന്നോ? എന്തൊക്കെയാ കണ്ടേ? ഫിഷിനെല്ലാം കണ്ടു. ഞാൻ ഫാമിലി ആയിട്ട് കുഴപ്പമില്ല, നല്ല ഇതാണ്. മത്സ്യകന്യ കണ്ടു, പിന്നെ പല പല മത്സ്യങ്ങൾ കാണാൻ പറ്റി. പുതിയൊരു അനുഭവമായി, നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട്. കുട്ടികൾക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ വന്നു കാറ് കറങ്ങുന്നു, ഇതെല്ലാം കയറി എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പം ഇവിടെ വന്ന് നഷ്ടമില്ല, കുട്ടികൾ കുടുംബം അത്ര 100 രൂപയല്ലോ, ചെറിയൊരു ഇതേ ഉള്ളൂ. കുടുംബമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോവാം. നല്ലൊരു ഇത്. അപ്പോൾ എല്ലാ സ്കൂൾ ലീവിന് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണ് ഇരിട്ടിയിലെ പുഷ്പമേള. മത്സ്യത്തൊഴിൽ ഇതെല്ലാം കാണാൻ പറ്റും. എല്ലാവരും കുടുംബത്തിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉത്സവങ്ങളെ അത് അതിമനോഹരമാക്കുവാൻ വേണ്ടി കടന്നു വരുമ്പം നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കഴിവുകൾ നിങ്ങൾ സമൂഹമായിട്ടോ കൂട്ടായിട്ടോ ഒറ്റയ്ക്കോ വ്യക്തിപരമായി നിങ്ങൾക്ക് ഡാൻസ്, പാട്ട്, കഥാപ്രസംഗം തുടങ്ങിയ ഏത് ഐറ്റങ്ങളും അവതരിപ്പിക്കാനുള്ള സ്റ്റേജാണ് ഇതിൽ തൊട്ടുപിറകെ കാണുന്നത്. നിങ്ങൾക്ക് സംഘടിച്ച് വരാം, ഒരു ടീമായിട്ട് വരാം, നൃത്തത്തിന് വേണ്ടി ഒരുങ്ങി വരാം. നിങ്ങൾക്കിവിടെ വേദിയുണ്ട്, ലൈറ്റുണ്ട്, സൗണ്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്കിവിടെ നന്നായി പെർഫോം ചെയ്തിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കിത് അവതരിപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ സമയം വളരെ മനോഹരമായിട്ട് അടിച്ചു പൊളിച്ച് അത് നമ്മുടെ പ്രയോഗം ചെലവഴിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരുങ്ങി വരിക. നൃത്തങ്ങളും ആവിഷ്കാരങ്ങളും ഏതുമായിക്കോട്ടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ടെന്നും കൂടെ അറിയിക്കുകയാണ്.